பேச்சலாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. എനിക്കിപ്പോഴും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്കറിയോ, എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് കല്യാണത്തെ പറ്റി. എന്നിട്ടിപ്പോ എല്ലാം ഒരു വിധി തന്നെ. ഹാ ജാനു, അതൊക്കെ സമയാവുമ്പോ ദൈവം തന്നെ നടത്തി തരും. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഹാ എനിക്കിപ്പോ സമാധാനായി. ഇപ്പൊ നമ്മള് രണ്ടാളും ആഗ്രഹിച്ച പോലെ നമ്മളൊരു കുടുംബാവാ അല്ലേടി? ഹാ ചെറുപ്പം തൊട്ടേയുള്ള നമ്മുടെ ആഗ്രഹമല്ലേടി നമ്മളൊരു കുടുംബാവാന്നുള്ളത്. അതിനിപ്പോഴാ സമയായത്. നമ്മൾ ആരൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചതാ, ഒന്നും നടന്നില്ല. ഇപ്പതേ കണ്ണനും അഞ്ചുമോളും. സന്തോഷായി എനിക്ക്. അത് ശരി, രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചിരിക്കാണോ? ഇങ്ങോട്ട് വന്നേ. ആളുകളൊക്കെ വന്നു തുടങ്ങി, മുഹൂർത്തായി തുടങ്ങിയില്ലേ? മോൾ ഒരുങ്ങി കഴിഞ്ഞോ? ഞാനേ ഗോമതിയോട് പറയാ മോൾ ഒരുങ്ങി കഴിഞ്ഞോന്ന് നോക്കാൻ. നീ അങ്ങ് ചെല്ല്, ഞാനും വരാം. അമ്മേ, ആ ഗോമതി മേനിക്ക് എവിടെ പോയി കിടക്ക? എത്ര സമയമായി അവരെ തിരയുന്നു. ചെക്കനും കൂട്ടിലെത്തിയിട്ട് കുറച്ച് സമയമായില്ലേ? അവരോട് അഞ്ജുനെ കൊണ്ട് വരാൻ പറ. ഞാൻ അപ്പോഴേക്കും മണ്ഡപത്തിലോട്ട് കേട്ടിട്ടെ ചെക്കനെ. ശരി മോനെ, ഞാനിപ്പോ തന്നെ പറയാം. അനു മോളെ, ഒരുങ്ങി കഴിഞ്ഞില്ലേ? ദേ അവരെത്തിയിട്ടുണ്ട്. അമ്മ, ഒരുക്കൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്നാ സമയം കളയണ്ട, വരാൻ നോക്കട്ടോ. അവിടെ അച്ഛനൊക്കെ ബഹളം വെക്കൽ തുടങ്ങിയിട്ടുണ്ട്. അമ്മ. എന്താ മോളെ, എന്ത് പറ്റി? എന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ. അത് മൈൻഡ് ചെയ്യണ്ട ചേച്ചി, ഇന്നലെ തുടങ്ങിയതാ. കല്യാണല്ലേ, അതിന്റെ ടെൻഷൻ ആയിരിക്കും. അതാണോ? അതൊന്നോർത്ത് ടെൻഷൻ ആവണ്ട അഞ്ജു. ഇതൊക്കെ നമ്മളെ ലൈഫിൽ പറഞ്ഞിട്ടുള്ളതാ. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഓർക്കാൻ പറ്റുന്ന സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസ് മാത്രം. അതെ അത് ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ആളല്ലേ. പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കുമ്പോ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളാ. അത് കാര്യാക്കണ്ട. ചേച്ചി എന്നാ പൊക്കോ, ഞങ്ങളെന്നാ ഇവളൊന്ന് സെറ്റാക്കിട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. ശരി എന്നാ, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. എന്താ അഞ്ജു, നിന്റെ പ്രശ്നം എന്താ? ഇന്നലെ ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ? നീ ഇങ്ങനെ ഇരിക്കല്ല അഞ്ജു, ഇതൊരു ആക്ട് അല്ലേ. അപ്പൊ അത് അതിന്റെ സെൻസിൽ എടുത്താൽ മാത്രം മതി. അതൊക്കെ എനിക്ക് അറിയാത്തോണ്ടല്ല, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. എന്തൊക്കെയോ ഒരു ഇറിറ്റേഷൻ, സങ്കടം എല്ലാം കൂടി എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അതിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ അഞ്ജു. എന്ത് ബോൾഡായിട്ടുള്ള ആളാ നീ. അതുപോലെ നിക്ക്. അതെ ഇത് ചുമ്മാ ഒരു മാതിരി. സത്യം പറയാലോ, ഞാനാണ് നിന്റെ സ്ഥാനത്തെങ്കില് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അവൻ എങ്ങനെയൊക്കെ പണി കൊടുക്കാന്നായിരിക്കും ഞാൻ ചിന്തിക്കാം. ഒരിക്കലും സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. അവന്റെ എല്ലാ ചീട്ടും കയറും. ഒരു ഗേൾസിനെ പോലും ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. അങ്ങനെ ഒരുപാട് മുട്ടം പണികൾ ഞാൻ കൊടുക്കും. അതിനെ പറ്റി ആലോചിച്ച് ത്രില്ലടിച്ചിരിക്കായിരിക്കും ഞാൻ. ഇതിപ്പോ നീ അതെ, റോസ് പറഞ്ഞ ശരിയാ. സംഭവം അവൻ എന്റെ കസിൻ ആണെങ്കിലും ഒന്ന് പറയാൻ വയ്യ. ഈ കല്യാണം കൊണ്ട് അവന് കിട്ടുന്നത് മുട്ടം പണിയായിരിക്കണം. അവന്റെ പ്ലേ ബോയ്സ് നമുക്ക് നിർത്തിക്കണം. ഓക്കെ? ആകാശനം പറഞ്ഞ എനിക്ക് നല്ല പോലെ അറിയാം. ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് അവനുണ്ട്. പക്ഷെ ഫിസിക്കലി ഇൻവോൾവ് അല്ല, വെറുതെ ഫ്ലേട്ടിങ്സ് ആണ് അവന്റെ മെയിൻ പരിപാടി. സോ അതൊക്കെ നീ നിർത്തിക്കണം. അവനെ നിന്റെ കൺട്രോളിൽ വരുത്തണം. മനസ്സിലായോ? ഈ 1 ഇയർ കഴിഞ്ഞ് പോകുമ്പോഴേക്ക് അവന് നീ നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള, എന്താ പറയാ, അവന്റെ കുട്ടികളിയൊക്കെ മാറിയിട്ട് നല്ലൊരു ജോലിയൊക്കെ അവനുണ്ടാവണം. അപ്പൊ അവനെ പറ്റി എപ്പോഴും പറയാനുള്ളത് അതാ. അവനൊരു ജോലിയില്ല, അങ്ങനെയാണ്, മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യില്ല, കുട്ടികളി മാറിയിട്ടില്ല. അപ്പോ നിങ്ങൾ ഈ കോൺട്രാക്ട് കഴിഞ്ഞ് പോകുമ്പോ അവനങ്ങനെ നല്ലൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റണം നിനക്ക്. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാലോ. പറയത്തൊക്കെ ശത്രുതയൊന്നും നിങ്ങൾ തമ്മിൽ ഇല്ലല്ലോ. നിങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നല്ലാതെ വ്യക്തിവൈരാഗ്യമൊന്നും ഇല്ലല്ലോ. സോ നിങ്ങൾക്ക് കോൺട്രാക്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ ചിന്തിക്ക്. എന്നെ നോക്കൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അല്ലാണ്ട് ചുമ്മാ വെറുതെ നിനക്ക് പോലും അറിയില്ല എന്തിനാ നീ ഇങ്ങനെ സഫർ ചെയ്യണതെന്ന്. ചുമ്മാതാ. സോ
ഇങ്ങനൊക്കെ ചിന്തിച്ച് നിന്റെ മൈൻഡ് ഒന്ന് കൂളാക്ക്. ഓക്കെ? ആഹാ അഞ്ജു ചേച്ചി, ഒന്നും പറയാനില്ല, സുന്ദരിയായിട്ടുണ്ട്. ഒന്ന് പോടി. ശരിക്കും സത്യമായിട്ടും എന്ത് രസാ കാണാൻ. ഗോഡ് പ്രോമിസ്, ഈ വേഷത്തിലെ ചേച്ചിനെ കണ്ടാലും ചേച്ചിയുടെ ചെക്കൻ ഒരിക്കലും കണ്ണെടുക്കാൻ പോകുന്നില്ല. മോളെ അഞ്ജു, ഒരുങ്ങിയില്ലേ? മോളെ ഈ വേഷത്തെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതെ അതെ, ഇങ്ങനൊരു മുഹൂർത്തം ഉണ്ടാവുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തെ പോലെ വിചാരിച്ചിട്ടില്ല. ശരിയാ പപ്പ, ഞാനും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു മുഹൂർത്തം ഉണ്ടാവുന്നു. അതുകൊണ്ട് രണ്ടുപേരെയും ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ. ദേ സമയം വൈകുന്നു. നീ അച്ഛനമ്മക്കും ദക്ഷിണ കൊടുത്ത് വേഗം വാ, നമുക്ക് മണ്ഡപത്തിലോട്ട് പോണ്ടേ. ദീർഘസുമംഗലിയായിരിക്കട്ടെ എൻ്റെ മോള്. എന്നാ നമുക്ക് മണ്ഡപത്തിലോട്ട് പോയാലോ? കുറെ നേരായില്ലേ? എന്താ ചെറിയച്ച അവളെ കാണാത്ത? മുഹൂർത്തവറായില്ലേ? അവളെങ്ങനെ ഇനി മുങ്ങിയോ? ഈ കല്യാണത്തിനോട് അവൾക്ക് താല്പര്യമില്ല. ഒന്ന് അടങ്ങ് ചെക്ക, അവളൊന്നും പോകുന്നില്ല. ആ ദേ വന്നു നിന്റെ പെണ്ണ്, നോക്ക അങ്ങോട്ട്. ഇപ്പൊ സമാധാനായോ? മോളെ വാ. മോളെ അവിടെ ഇരിക്ക്. ഈശ്വര, എന്തെന്നറിയില്ല, എന്തൊക്കെയൊരു ടെൻഷൻ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്താ ഇങ്ങനെ? കണ്ണ മോനെ, തലയിട്ട് മുഹൂർത്തായി. അങ്ങനെ ഇന്ന് നീ ഒഫീഷ്യലി എൻ്റെ ഭാര്യ ആവാണ് അഞ്ജു. അഞ്ജു, ടെൻഷൻ ആവണ്ട. ഇത് ജസ്റ്റ് ഒരു ആക്റ്റാണ്. ഇവൻ ഒരിക്കലും നിന്റെ ഭർത്താവല്ല. ഓക്കെ,
ഇത് റിയൽ അല്ല, ജസ്റ്റ് ആക്ട്. ഒരു കോൺട്രാക്ട് മാരേജ് മാത്രമാണ്. അഞ്ജു, നീ ഒഫീഷ്യലി ഇപ്പം എൻ്റെ മാത്രമായി. ഹാ, എന്റെ ഈശ്വര, ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിക്കോ. ഈ കല്യാണം വേണ്ടില്ലായിരുന്നു എന്ന് നിനക്ക് തോന്നും. ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ഇനി സിന്ദൂരം തൊട്ട് കൊടുത്തോളൂ. എന്റെ ഈശ്വര, ഇതൊന്നും എനിക്ക് സഹിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും താലി, സിന്ദൂരം ഇതൊക്കെ പവിത്രമായതല്ലേ, എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. എന്നെ കൊണ്ടൊന്നിനും പറ്റില്ലല്ലോ. ഒന്നും വേണ്ടിയിരുന്നില്ല. ഒരു ആക്ടിന് വേണ്ടി. മോനെ, ഞങ്ങളുടെ ജീവനെയാ നിന്നെ ഏൽപ്പിക്കുന്നേ. കൂടെ ഒന്നും ഉണ്ടാവണം. എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈശ്വര, ഇവര് എന്നും ഒരുമിച്ചായിരുന്നെങ്കിൽ. എന്താടാ ഭാര്യ, എന്നൊന്ന് നോക്ക്. അതെ, നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ എന്നും കൂടെ ഉണ്ടാവണ്ടേ? ഈ കോൺട്രാക്റ്റിന്റെ ആവശ്യം നമുക്കിടയിൽ വേണോ? അതങ്ങ് വേണ്ടാന്ന് വെച്ചാലോ? അതെ, നോക്കി ദഹിപ്പിക്കണ്ട. ഐം ജസ്റ്റ് കിഡിങ്. അല്ലെങ്കിലും എന്നേക്കാൾ 5 വയസ്സ് കൂടുതലായ നിന്നെ എനിക്ക് വേണ്ട. ഓക്കെ? അങ്ങനെ അഞ്ജു വേറൊരുത്തൻ്റെതായി അല്ലേ? എനിക്കവളെ നഷ്ടപ്പെട്ടു അല്ലേ മനു? ഷേടാ, നിങ്ങൾ ഇതുവരെ വിട്ടില്ലേ അത്? എൻ്റെ പൊന്നുകിരിയേട്ടാ, ഇങ്ങ് വന്നേ, നമുക്ക് പോയി സദ്യ കഴിക്കാം. നല്ല അടിപൊളി സദ്യയാ. കുറച്ച് കഴിഞ്ഞാൽ സീറ്റ് കിട്ടൂല, ഭയങ്കര തിരക്കാവും. വന്നേ. വിട്ടടാ, ഇന്നത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരാമോ? ആ, പിന്നെന്താ, കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് ഗൗരി. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് ഗിരീഷ്. എല്ലാവരും ഗിരി എന്ന് വിളിക്കും. തന്റെ റിലേഷൻ എന്താ ഇവിടെ? എന്റെ കസിനാ കണ്ണേട്ടൻ. എൻ്റെ കസിനാ അഞ്ജു. അല്ല, കുട്ടി മാരീഡ് ആണോ? ഹേയ്, ഇല്ല. എന്നെ കണ്ടിട്ട് മാരീഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കൊച്ചു പെണ്ണല്ലേ, ഇപ്പൊ PG സെക്കൻഡ് ഇയറാ. നൈസ്. ഞാൻ ചുമ്മാ ചോദിച്ചതാ. എന്നാ ചേട്ടാ ഫോട്ടോ എടുത്തു തരാവോ? അത് മറന്നു. ഇങ്ങതാ ഫോൺ. കുട്ടിയുടെ ഫോണിൽ ക്ലിയർ ഇല്ല തോന്നുന്നു. ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിട്ട് സെൻഡ് ചെയ്ത് തരാം.
അങ്ങനെയായാലും മതി. ഈശ്വര, ഇവിടെ അമ്മക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു പ്രപ്പോസലും കൊണ്ട് വീട്ടിലോട് ചെല്ലാൻ പറയാം. ഗൗരി ഗിരീഷ്, വാവ്, ഇവിടെ തന്നെ എൻ്റെ പെണ്ണ്. എനിക്ക് വയ്യ. മോളെ, വലതുകാലം വെച്ച് അകത്തോട്ട് വാ. ഈ നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവെക്ക്. മോളെന്നാ ചെല്ല്, ഫ്രഷ് ആയിട്ട് വാ. ഹാ അമ്മ. മോനെ കണ്ണാ, നീയും ചെല്ല്. ശരി അമ്മ. അഞ്ജു, വാ, നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം. നമ്മുടെ റൂം പോവാം. അവളെവിടെ? വന്നില്ല ഇതുവരെ. എന്തായാലും ആവട്ടെ, പോയി ഫ്രഷ് ആവാം. അഞ്ജു, ദേ ഈ പാലോടി. എന്തിനാടി ഇതൊക്കെ? ഇത് പിടിക്ക്. പിന്നെ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, ഇതൊക്കെ വേണം. അല്ലാണ്ട് എങ്ങനെയാ? ഓ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ല പ്രീതി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഉണ്ട്. നീ ചെല്ല, ഇങ്ങ് വാ. നിങ്ങളെ രണ്ടും കൂടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് വല്ല ബോധമുണ്ടോ? നിങ്ങൾക്കിത് എന്താ പറ്റിയേ? എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? എന്ത് കാണിച്ചു കൂട്ടാൻ? ഫസ്റ്റ് നൈറ്റില് നമ്മൾ ഇതൊക്കെ കൊണ്ടുപോകാറ് പതിവല്ലേ. സോ അതുപോലെ നിന്നെ ഒരുക്കി വിടുന്നു. അതിനിപ്പോ എന്താ? അതെ, റോസ് പറഞ്ഞത് ശരിയല്ലേ, ഇതൊക്കെ ചടങ്ങുകളല്ലേ, അതൊന്നും തെറ്റിക്കണ്ടെന്ന് കരുതി. നോക്കി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾക്കറിയില്ല ഇത് വെറും ഡ്രാമയാണെന്ന്? ഓ, തുടങ്ങി. ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഇതൊക്കെ ജസ്റ്റ് ഒരു മെമ്മറീസ് ആയിട്ട് മാത്രം എടുത്താൽ മതി. ഓക്കെ, എന്തായാലും നീ ചെല്ല്, വാ. എന്താ മോളെ, അകത്തോട്ട് കയറിക്കോ, ഞങ്ങള് പോവാ. ഏയ്, നിങ്ങളിത് എങ്ങോട്ടാ പോന്നെ? അത് ശരി, പിന്നെ ഞങ്ങളും കൂടെ വരണോ? നീ എന്താ പൊട്ടിയാണോ? ഇങ്ങനെ കെട്ടി ഒരുങ്ങിയിട്ട് എന്തോ പോലെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒരു കല്യാണം ആവുമ്പോ അതിൻ്റെതായിട്ടുള്ള എല്ലാ ചടങ്ങുകളും നീ നടത്തേണ്ടി വരും, കേട്ടല്ലോ? നീ ഇനിയിപ്പോ ഒന്നും പറയണ്ട, കയറിപ്പൊക്കെ. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? എന്തിനാ എന്നോട് ഇങ്ങനെ? മിണ്ടരുത്. ഇനി ഞങ്ങളും കൂടി ഇവിടെ നിന്നാ ശരിയാവില്ല. കേറിപ്പോക്കെ. അത് ശരി, നീ പോവില്ലല്ലേ? ഈ ഡോറങ്ങ് എടുക്കുക, നീ എൻജോയ് ചെയ്യേ. എന്റെ ഈശ്വര, ഇവിടെ ഉണ്ടായിരുന്നു. നാണോ മാനില്ലാത്ത തുണിയും കഴിച്ചിട്ടിരിക്ക. ഷിറ്റ്. ആരിത്? എൻ്റെ വൈഫിയോ? ഞാനൊന്ന് ഫ്രഷ് ആവായിരുന്നു. നിനക്ക് ഫ്രഷ് ആവണോ? ആണെങ്കിൽ പൊക്കോ, എൻ്റെ കഴിഞ്ഞു.
എന്താണ് മിസ്സിസ് കാർത്തിക് ഒന്നും പറയാത്തെ? നമ്മുടെ കല്യാണത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഓ, പറയാൻ മാത്രം ഒന്നുമില്ല. നല്ല ബോറായിരുന്നു, പ്രത്യേകിച്ച് താൻ. ഓ, അപ്പോ തന്റെ വായിലെ നാക്ക് ഇറങ്ങി പോയിട്ടൊന്നുമില്ല അല്ലേ? എന്താ? അല്ല, ഞാൻ ഇത്ര നേരമായിട്ട് തന്നോടൊന്നും ചോദിച്ചിട്ടും ആ വാമൊഴിഞ്ഞൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ കരുതി ആ നാവങ്ങ് ഇറങ്ങിപ്പോയെന്ന്. ദേ, ആദ്യം തന്നെ പറഞ്ഞുതരാം, ഓരോന്ന് പറഞ്ഞ് എന്നെ ട്രിഗർ ചെയ്യരുത്. എനിക്ക് തന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഒന്ന് മാറി നിൽക്കോ, എനിക്ക് കിടക്കണം. ഓ, അല്ലെങ്കിലും നിനക്കൊന്നും നമ്മളെ പറ്റില്ലല്ലോ. സാരമില്ല. പക്ഷെ നീ കിടക്കാനായിട്ടുള്ള ഒരു സാധനം തരാനുണ്ട് എനിക്ക്. എന്ത് സാധനം? എന്താണെങ്കിലും നാളെ തന്നാ മതി. അത് പറ്റില്ലല്ലോ. അത് ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ തരാനുള്ളതാ. അത് ഇന്ന് തന്നില്ലെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കത് വേണ്ട. അങ്ങനെ പറഞ്ഞൂടാ. അപ്പൊ പിന്നെ നമ്മുടെ കല്യാണത്തിന് ഒരർത്ഥമില്ലാണ്ടാവില്ലേ? അതെനിക്ക് നിനക്ക് തന്നേ പറ്റൂ. ഇനി താൻ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ തരില്ല. സോ പറ, തനിക്കത് വേണോ? എനിക്ക് വേണ്ട. എന്തെന്നാലും എനിക്ക് വേണ്ട. താനൊന്ന് പോയേ, എനിക്ക് കിടക്കണം. അപ്പോ തനിക്ക് വേണ്ടെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ബട്ട് എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ തന്നിരിക്കും. ഓക്കെ? എവിടെയാ ഞാൻ വെച്ചേ? എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ദേ നമ്മുടെ എഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. എന്നാ പിടിച്ചോ. ഇനി താൻ സൈൻ ചെയ്തിട്ട് അതിന്റെ ഒരു കോപ്പി എന്റെ കയ്യിൽ തന്നാ മതി. ഓ, ഇതായിരുന്നു ഇങ്ങനത്തെ. പിന്നെ മോളെന്താ വിചാരിച്ചേ? ഞാനെന്ത് വിചാരിച്ചാലും തനിക്കെന്താ? തന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്ലീസ്, എനിക്ക് തന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഒന്ന് പോയി തരുമോ? ഓ, അഹങ്കാരി. നിന്നോട് സംസാരിക്കാൻ എനിക്കും താല്പര്യമില്ലടി ചൂല്. എനിക്കാണോ സംസാരിക്കാൻ ആളെ കിട്ടാത്ത? കാണിച്ചു തരാം ഞാൻ. ഇതിപ്പോ സൈൻ ചെയ്യണം. അവൻ സൈൻ ചെയ്തിട്ടുണ്ട്. വേണ്ട, ഇപ്പൊ സൈൻ ചെയ്യണ്ട. എടുപിടിന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അങ്ങനെയാ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നേ. എന്തുപറ്റി? തനിക്ക് വേണമായിരുന്നോ? ഓ, തന്നെത്താനങ്ങ് കുടിച്ചാ മതി. ഓ, അശ്വതി എന്തോ അയച്ചിട്ടുണ്ടല്ലോ. ഡോണ്ട് വറി ഡിയർ, ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണ്. ആക്ച്വലി ഇത് റിയൽ അല്ല. ഇത് ഞങ്ങൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ്. 1 ഇയർ കഴിഞ്ഞാൽ ഞങ്ങൾ ഡിവോഴ്സ് ആവും. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് വരില്ലേ? എപ്പോഴും നീ എന്റെ ഗേൾഫ്രണ്ട് തന്നെയാ അച്ചു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഡിസ്റ്റർബ് ആവുന്നു. ഇത് കടിക്കോ? ഓഫ് ചെയ്തോളാം. എന്റെ വായിലോട്ട് നോക്കാതെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നുണ്ടോ? ആഹാ, ഇത് കൊള്ളാലോ. എന്റെ വീട്, എന്റെ റൂം, എന്റെ ബെഡ്, എന്റെ കട്ടില. എന്നോട് തിരിയാനോ? നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നോ. എന്താ, നിനക്ക് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ പറ്റില്ലേ? എന്നെ നോക്കി കിടക്കുന്ന എന്തിനാ? താനും അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. അത് എനിക്ക് ഈ സൈഡാ കംഫർട്ടബിൾ. ഓക്കെ, അങ്ങനെങ്കിൽ എനിക്ക് ഈ സൈഡാ കംഫർട്ടബിൾ. സോ നോ മോർ ആർഗ്യുമെന്റ്സ്. ഓക്കെ? You know what? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. സത്യം പറയാലോ, യു ആർ സോ ബ്യൂട്ടിഫുൾ. പ്രത്യേകിച്ച് ഇന്നത്തെ ആ കല്യാണ വേഷത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിന്നെ കാണാൻ കണ്ണെടുക്കാനേ തോന്നിയില്ല.
അതെ, നമ്മൾ തമ്മിൽ പേഴ്സണലി ഒരു ഇഷ്യൂസും ഇല്ലല്ലോ. എനിക്കറിയില്ല തനിക്ക് എന്താ എന്നെ ഇഷ്ടമല്ലാത്തതെന്ന്. എൻ്റെ അറിവിൽ നമുക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ അന്നും പരസ്പരം കൺസെൻറ്റോട് കൂടി തന്നെയാ അങ്ങനെ ഓരോന്ന് ചെയ്ത്. നിനക്കും അതിൽ റിഗ്രറ്റ് ഇല്ല, മേ ബി എനിക്കും. സോ ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാ. എന്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാത്രി ഒരു മധുവിധുവാക്കിക്കൂടാ? താൻ എന്തൊക്കെ ഭ്രാന്തായി പറയുന്നേ? ഒന്ന് പോയെ. ഞാൻ കാര്യം പറഞ്ഞതാ. എൻ്റെ താലിയും സിന്ദൂരം കാണിഞ്ഞ് എൻ്റെ മുന്നിൽ നീ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് സത്യം പറയാലോ, താൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ കാണാൻ. സോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നമുക്ക് മിസ്സാക്കണം. വിഴിയിൽ വിഴു